മോളെ എന്താ ഏട്ടാ? താങ്കൾക്ക് അറിയില്ല മോളെ. എന്താ ഏട്ടാ ഇത്? ഞങ്ങളെ തല്ലി വേദനിച്ചില്ല. മോളെ പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോടാ. എടാ, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ഇത്രയും നാളും ഞാൻ നിന്നെ കരുതിയത്. ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തു. നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞതിന് എനിക്ക് നരകത്തിൽ പോകേണ്ടി വരുവാടാ. പോടാ, എങ്ങോട്ടെങ്കിലും പൊക്കോ. പക്ഷെ ഒരു കാര്യം ഓർത്തു, എവിടെ പോയാലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ദുഷ്ടനാണ് നീ, ദുഷ്ടൻ. ആരാത്? ഞാൻ ചന്ദ്രന്റെ അമ്മയാണ്. ഇനിയിപ്പോ എന്താണാവോ വേണ്ടത്? എന്താ തല്ലാൻ ഇനി ആള് വരുന്നുണ്ടാ? ഞങ്ങള് പൊയ്ക്കോളാം, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അതിനെ ആരും വന്ന് പറയണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ പെങ്ങൾ ഒരുത്തന്റെയും പുറകെ പോവില്ല, ഒന്നിന്റെയും പുറകെ പോവില്ല. ചതിച്ചതാണവൻ. നിങ്ങളുടെ മോനുണ്ടല്ലോ, ഞങ്ങളുടെ പൊന്നുമോളെ ചതിച്ചതാണ്. ഗതി പിടിക്കില്ല അവൻ. എവിടെ പോയാലും ഒരു കാലത്തും അവൻ ഗതി പിടിക്കില്ല. അവനെ ശപിക്കരുത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവൻ അച്ഛനെ ധിക്കരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നല്ല ഇതൊന്നും. വേറെ നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്നതാ. എന്റെ മോൻ രാവും പകലും ഇല്ലാതെ തെരുവിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. അവന്റെ അച്ഛന്റെയും മറ്റെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്നും എന്റെ മോൻ വീട്ടിലെത്തും. അവന്റെ കണ്ണീരും വിയർപ്പും വീണ കുറെ ചില്ലറ തുട്ടുകളും ഒരു പിടി അരിയുമായിട്ട്. അതുകൊണ്ടാണ് ഞാനും എന്റെ മോളും അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. ചന്ദ്രുവിന്റെ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. വലിയ ഫാക്ടറിയും ബിസിനസ്സും ഉണ്ടായിരുന്നു. ഈ പറയുന്നതെല്ലാം ഒരിക്കലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരായുസ് കൊണ്ട് നേടിയെടുത്തതെല്ലാം ഒരിക്കൽ കൈവിട്ടു പോകുമെന്നറിഞ്ഞപ്പോ, ഉണ്ടായിരുന്നതെല്ലാം ഓരോരുത്തരായി തട്ടിപ്പറിച്ചപ്പോ അത് താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായിരുന്നില്ല. പോയോടൂ, സകലതും പോയി. എന്താ ഇത്? എല്ലാരും കൂടെ ചുറ്റിനും ഇതെന്താ? എയർപോർട്ട് മറ്റാണോ സീ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട്? അളിയ വരും, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാനോ? എങ്ങോട്ട്? നമ്മൾ ഇറങ്ങിയല്ലേ പറ്റൂ. നമ്മുടെ ഓഫീസിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? അച്ഛാ പോകാം. എങ്ങോട്ടാ മോനെ? അതൊക്കെ പറയാം. ഇത് അച്ഛന്റെ ഓഫീസാ മോനെ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ എങ്ങോട്ടും വരില്ല. അച്ഛനോട് വരാനാ പുറത്ത്. വിടോ ചെയ്യുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാടാ ഈ ഓഫീസ്. ഒരുത്തിന് എന്നെ ഇവിടെ ഇറക്കി വിടാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. മിണ്ടി പോകരുത്. താനിപ്പോ ചീഫ് മാനേജിംഗ് ഡയറക്ടർ അല്ല. ഒക്കെ പോയടോ.
താനിപ്പോ വെറും തെണ്ടിയാ തെണ്ടി. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങാൻ. ഈ പറയുന്ന കാര്യങ്ങളുടെ സമയത്ത് തന്നെ ചെയ്തിരിക്കണം. നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇല്ല, ആ രഘുറാം കമ്പനിക്ക് 5 lakhs DD കൊടുത്തിരിക്കണം. പിന്നെ ആ 1 crore പ്രോജക്ട് അത് കാക്കനാട് വേണ്ട, ആലപ്പുഴയ്ക്ക് മാറ്റിയിരിക്കണം. ഇപ്പൊ പഴയതുപോലെ ആത്മഹത്യാശ്രമമൊന്നുമില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്ന് അച്ഛൻ്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. ഇനി അതൊന്നും അറിയിക്കാതെ എത്ര കാലം കൊണ്ടുപോകുന്നു അത്രയും കാലമേ അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. അതൊന്നും അങ്ങനെയല്ലെന്ന് അദ്ദേഹം അറിഞ്ഞാൽ, സത്യാവസ്ഥ എങ്ങനെ അദ്ദേഹം അറിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടും. അതുകൊണ്ടാ എന്റെ മോൻ നിങ്ങളുടെ ഈ നാടകമൊക്കെ കളിക്കുന്നത്. അവന് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് പറയുന്നു, കാല് പിടിച്ച് മാപ്പ് പറയുന്നു. എന്റെ മോനോട് ക്ഷമിക്കണം, അവനോട് ക്ഷമിക്കണം. അയ്യോ, അമ്മ മാപ്പൊന്നും പറയണ്ട. ഞങ്ങൾക്ക് ചന്ദ്രനോട് ഒരു വിരോധമില്ല, അല്ലേ ഏട്ടാ? മനുഷ്യനെ കാണാൻ, മനസ്സ് കാണാൻ കണ്ണുകളുടെ ആവശ്യമില്ലമ്മേ. ഇപ്പോ ഞങ്ങൾക്ക് അവനെ കാണാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. കടലാസു തോണിയെ പോലെന്റെ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണച്ഛൻ. ഉടലാർന്ന കാരുണ്യമച്ഛൻ, കൈവന്ന ഭാഗ്യമാണച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. താനീ കണക്കിന് എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കല്ലോടൂ. കണക്കുകളൊന്നും ശരിയാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എങ്ങോട്ടോടി? എടോ, കഴിഞ്ഞ മാസമല്ലേ ബാങ്കിൽ നിന്ന് ഓടി എടുത്തത്? ആ ഓടി തിരിച്ചടച്ചു. ഇത് വേറെ ഓടി. എടോ, തിരിച്ചടയ്ക്കാൻ പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു പറയടോ. നോക്കട്ടെ, എനിക്ക് വയ്യ മുടിഞ്ഞ കണക്ക്. കള്ള കണക്കാടോ. താൻ അളിയൻ ഒരെണ്ണം മതി എന്നെ എന്റെ കമ്പനിയെ പൂട്ടിക്കാൻ. തയ്യും തൂക്കി നടക്കുന്നു. എനിക്കിനി വയ്യ ഈ കണക്കെഴുത്തും ചീത്ത കേൾക്കലും. അതുകൊണ്ട് നീ അളിയനോട് കാര്യം തുറന്നു പറഞ്ഞ് ഏതെങ്കിലും ഞാൻ എന്ത് ചെയ്യാൻ? നിനക്കും കുട്ടികൾക്കും വേണ്ടിയാ ഞാൻ ഈ ഇല്ലാത്ത കമ്പനികളുടെ ഇല്ലാത്ത അക്കൗണ്ടന്റായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, നാട് മുഴുവൻ കട ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അതെല്ലാം വീട്ടാ എന്നെ ഏൽപ്പിക്കും. ഞാനിപ്പോ പല ഊടുവഴിയിൽ കയറി എന്റെ വീട്ടിലെത്തുന്നത്. നമസ്കാരം മുതലാളി.
ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ്. ഡോ, തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ പൊട്ടക്കണ്ണന്മാരെ ഒന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിന് പകരം രണ്ടുപേരെയും തല്ലി ചാച്ചോ നിൽക്കുന്നു. സാധാരണ ആളുകളെ പേടിപ്പിക്കുന്നത് കത്തി കാണിച്ചോ തോക്ക് കാണിച്ചോ ആണ്. ഈ കുരുടന്മാരെ എങ്ങനെ പേടിപ്പിക്കും? പുറകെ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കണോ? ഇപ്പൊ തന്നെ കാശ് കൊടുത്തേക്കണം. അല്ലെ നാളെ ബാങ്ക്. എന്താണ് നാളെ? ഒരു നാളെ ഇല്ല. ഇന്ന് തന്നെ വാങ്ങിച്ചോണം. മേലാ ഇതും പറഞ്ഞ് പഠിക്കാൻ തരാൻ പാടില്ല. അങ്ങനെ വാ ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ? ഇന്ന് വാങ്ങിച്ചതാ. അളിയനെ ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചത്. പക്ഷെ അളിയൻ ടൈയോടെ കെട്ടും. അല്ല, അളിയൻ ടൈയോടെ കെട്ടിയാലും കണക്കാം. എന്താ പേര്? എന്ത് പേര് ചേരും? അവസാനമായി ശിവരാമെന്ന് വിളിച്ചോളൂ. എന്താ? ഓ അതെ.